അപ്പോൾ മൂന്ന് പത്മവിഭൂഷൺ, അതായത് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമ്മാനിക്കുന്നു മുൻ മുഖ്യമന്ത്രി CPM-ന്റെ മുതിർന്ന നേതാവായിരുന്ന VS അച്യുതാനന്ദന്. അതോടൊപ്പം തന്നെ പത്മവിഭൂഷൺ സമ്മാനിക്കുന്ന മറ്റു മലയാളികൾ ജസ്റ്റിസ് KT തോമസ് ഉണ്ട്. അതോടൊപ്പം സാഹിത്യകാരൻ P നാരായണനും പത്മവിഭൂഷൺ നൽകുന്നു. വെള്ളാപ്പള്ളി നടേശൻ, അതോടൊപ്പം തന്നെ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, AE മുത്തുനായക വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, AE മുത്തുനായകത്തിന് പത്മശ്രീ, കലാമണ്ഡലം വിമലാ മേനോനും പത്മശ്രീ എന്ന വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ പത്മവിഭൂഷൺ മൂന്ന് പേർക്കാണ് അല്ലെ ബൽറാം? തീർച്ചയായും GK, കേരളത്തിന് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഏറെ അഭിമാനിക്കാൻ വകയുണ്ട്. 3 പേർക്കാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നും 3 പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഒപ്പം തന്നെ സാഹിത്യകാരൻ P നാരായണൻ, കൂടാതെ ജസ്റ്റിസ് KT തോമസ് എന്നീ 3 പേരെയാണ് ഈ പുരസ്കാരത്തിനായി പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പത്മഭൂഷൺ പുരസ്കാരത്തിലും നടൻ മമ്മൂട്ടിയെ പത്മഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതുകൂടാതെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. ഇതുകൂടാതെ പത്മശ്രീ പുരസ്കാരത്തിനും കേരളത്തിൽ നിന്നും AE മുത്തുനായകം കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് പരമോന്നത പുരസ്കാരമായ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് ഇത്തവണ 3 പേർ അർഹരായിരിക്കുന്നു സംസ്ഥാനത്ത് നിന്ന് എന്നുള്ളത് തന്നെയാണ്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് പത്മ പുരസ്കാരങ്ങളിലും കേരളത്തിൽ നിന്നും നിരവധി പേർ ഇത്തവണയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കലാമണ്ഡലം വിമല മേനോനെ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് കലാ സാംസ്കാരിക കായിക മേഖലകളിൽ നിന്നും നിരവധി പേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നും 3 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരവും 2 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരവും 2 പേർക്ക് പത്മശ്രീ പുരസ്കാരത്തിനുമായി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരത്തിന് ഈ മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന്റെ പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് സാഹിത്യകാരൻ P നാരായണൻ, KT തോമസ് എന്നിവരുടെ പേരുകളും ഇത്തവണത്തെ പത്മവിഭൂഷൺ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതായത് മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷമാണ് ബൽറാം. ഏറ്റവും പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മവിഭൂഷൺ, അത് 3 മലയാളികൾക്ക് ഇത്തവണ പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മരണാനന്തര ബഹുമതിയായി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, അതോടൊപ്പം ജസ്റ്റിസ് KT തോമസിനും സാഹിത്യകാരൻ P നാരായണനും പത്മവിഭൂഷൺ നൽകുന്നു. അതോടൊപ്പം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ, AE മുത്തുനായകൻ ശാസ്ത്രജ്ഞൻ AE മുത്തുനായകത്തിന് പത്മശ്രീ, അതോടൊപ്പം തന്നെ കലാമണ്ഡലം വിമലാ മേനോനും പത്മശ്രീ നൽകാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.